പലരും ഒരു ചെറിയ ആരോഗ്യ പ്രശ്നമായി കരുതി അവഗണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടാണ് നീണ്ടു നിൽക്കുന്ന വയറിളക്കം അഥവാ ക്രോണിക് ഡയറിയ. സാധാരണ വയറിളക്കം എന്ന് പറയുന്നത് ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ നീണ്ടു നിൽക്കും. അത് ചിലപ്പോൾ ഭക്ഷണത്തിലെ പ്രശ്നം കാരണമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ അണുബാധകൾ കാരണമായിരിക്കാം. സാധാരണ ഒരു ചെറിയ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ വളരെ നാച്ചുറലായിട്ടോ ഈ ഒരു ഡയറിയ സബ്സൈഡ് ചെയ്ത് പോകും. എന്നാൽ ഇത് 4 ആഴ്ചയോ അതിൽ കൂടുതലോ നിൽക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ കെയർ കൊടുത്ത് നോക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഈ ഒരു 4 ആഴ്ച കൂടുതൽ നിലനിൽക്കുന്ന ഈ ഒരു വയറിളക്കം ഒരു ക്രോണിക് ഡയറിയ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. അതായത് അതൊരു ഇറിറ്റബിൾ ബൗൾ സിൻഡ്രത്തിൻ്റെ തുടക്കമായിരിക്കാം, ശരീരത്തോട് പോഷകങ്ങൾ അബ്സോർഷൻ ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടായിട്ട് വരുന്ന അസുഖങ്ങൾ കാരണമായിരിക്കാം, ചിലപ്പോൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസിൻ്റെ പാർട്ടായിട്ടുള്ള അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺസ് ഡിസീസ് തുടങ്ങിയ അസുഖങ്ങളുടെ ഒരു പാർട്ടായിട്ട് വരാം. വൻകുടലിലെ മുഴകൾ, ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ തുടങ്ങിയവയുടെ പാർട്ടായിട്ടും ഇത് ചിലപ്പോൾ മാറാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ വയറിളക്കത്തോടൊപ്പം ശരീരത്തിൻ്റെ വെയിറ്റ് കുറയുക, മലത്തിൽ രക്തത്തിൻ്റെ അംശം കാണുക, അമിതമായ ക്ഷീണം ഉണ്ടാവുക, വയറുവേദന, അതിശക്തമായുള്ള വയറുവേദന ഉണ്ടാവുക, അതേപോലെ തന്നെ രാത്രിയിൽ നമുക്ക് ഉറക്കത്തിൽ എഴുന്നേറ്റിട്ട് ബാത്റൂമിൽ പോകേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാവുക തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മളിതിനെ അവഗണിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് നമ്മൾ ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസും ബാക്കി ട്രീറ്റ്മെൻറ്റുകളും എടുക്കാമെങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങളും തുടക്കത്തിൽ കണ്ടുപിടിക്കുവാനും വളരെ ഏർലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വഴി ഇതിനെ നിയന്ത്രിച്ച് നിർത്തുകയോ പൂർണ്ണമായിട്ടും പരിഹരിക്കാനും സാധിക്കും. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഡോണ്ട് ഫ്ലഷ് ദ സൈൻസ് അവേ. അതായത് നമ്മൾ ഒരിക്കലും ഈ ഒരു സൈൻസിനെ അല്ലെങ്കിൽ ഈ ഒരു സിംറ്റംസിനെ അവഗണിക്കാതെ അത് കൃത്യസമയത്ത് അതിൻ്റെ പരിശോധനകൾ നടത്തി കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തി അത് പൂർണ്ണമായിട്ടുള്ള റിക്കവറിക്ക് നമ്മൾ ശ്രമിക്കേണ്ടതാണ്.